ഹലോ. ഇന്ന് ഞായറാഴ്ച രാവിലെ ഏറ്റു നോക്കിയപ്പോഴേക്കും മഴയൊക്കെ പെയ്തിട്ട് മഴ മാറി മുറ്റമെല്ലാം നനഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം, ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു രാവിലത്തെ ക്ലൈമറ്റ്. എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ മുമ്പിൽ ജപമാല ചെല്ലാനായിട്ട് പോകുവാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് രാവിലെ. അതിന് മുമ്പ് എനിക്ക് ഒഫീഷ്യലി കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പണിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ നമ്മുടെ പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയായി. മറക്കാതെ ഞാൻ അഖണ്ഡ ജപമാല എടുത്ത് നമ്മുടെ ബാഗിൽ വെച്ചു. നല്ല നീളം കേട്ടോ ജപമാലയ്ക്ക്. പിന്നെ ഞാൻ എവിടെ പോയാലും മിക്കപ്പോഴും സംഭവിക്കുന്നതാണ്, ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ മറന്നു പോകും. ഇന്ന് എന്തായാലും ഞാൻ മറന്നില്ല, അത് ഓർത്ത് ഷട്ട് ഡൗൺ ആക്കിയിട്ടുണ്ട്. എനിവേ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നടക്കുമ്പോഴേക്കും മഴ ചാറി തുടങ്ങി. നമ്മൾ പിന്നെ അതൊന്നും വകവെക്കത്തില്ലല്ലോ, ലക്ഷ്യസ്ഥാനമാണല്ലോ മുഖ്യം. അങ്ങനെ ബോട്ട് വഴിയാണ് കേട്ടോ പോകുന്നത്. വേണമെങ്കിൽ ബസ്സിലും പോകാം, പക്ഷേ ഞാൻ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്ന റൂട്ട് ഇതാണ്. കാരണം കട്ടറില്ല, ക്ഷീണം ഉണ്ടാകത്തില്ല. ബസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. ഞാൻ മിക്കപ്പോഴും പള്ളിയിൽ പോകുന്നത് ഈ ഒരു റൂട്ടിൽ കൂടെയാണ്. ഞാൻ ഒരു 4-5 വർഷമായി കേട്ടോ മാതാവിൻ്റെ പള്ളിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയിട്ട്. അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതായത് എനിക്ക് കിട്ടിയ ഒരുപാട് ബ്ലെസ്സിങ്സ്, പിന്നെ ഞാനൊരു വലിയൊരു അസുഖത്തിൽ നിന്ന് കരകയറിയത്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എനിവേ ഈ പോകുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളീ പോകുന്ന വഴികളൊക്കെ, ഈ ബോട്ടിൽ കൂടെയുള്ള യാത്രയും, പിന്നെ ഒട്ടും ടയേർഡാകത്തില്ല എന്നുള്ളതാണ് ഈ ബോട്ടിൽ കൂടെ പോകുമ്പോഴേക്കും. ബസ്സിൽ പോകുന്ന പോലെ അല്ല. എനിവേ നമ്മളവിടെ എത്താറായി. നമ്മൾ മാതാവിൻ്റെ മുമ്പിലിരുന്നൊരു 2.5 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. അൾത്താരയോട് ചേർന്നിരിക്കാൻ പറ്റി. ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ഈ പള്ളിയെക്കുറിച്ച്. അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. താങ്ക് യു.